ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു പാറൂസ് വേൾഡ്. ഇന്ന് നമ്മൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഉപ്പുമാവിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എന്നും പറയുന്നത് പോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. മാത്രമല്ല വീഡിയോ ഒന്ന് മുഴുവനായിട്ട് കാണാൻ വേണ്ടി ഒന്ന് ശ്രദ്ധിക്കാം. നമുക്കപ്പോൾ പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ഉപ്പുമാവ് ഉണ്ടാക്കുന്നതിനായിട്ട് ഞാൻ അവലാണ് എടുത്തിട്ടുള്ളത്. ഏകദേശം 2 കപ്പ് അവൽ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് മട്ട അവലാണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള ഏത് അവൽ വേണമെങ്കിലും ഉപയോഗിക്കാം. വെള്ള അവലൊക്കെ കിട്ടുമല്ലോ, അപ്പോൾ നമുക്ക് അതൊക്കെ ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മളിത് അവലിനെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ 2 കപ്പ് അവലാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ 2 കപ്പും ഞാൻ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ അവലിൽ ആവശ്യത്തിനുള്ള വെള്ളം ഒന്ന് നനച്ചിട്ട് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് മുന്നായിട്ട് നമ്മൾ ആദ്യം ഇത്തിരി ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഉപ്പുമാവിലേക്ക് വേണ്ട ഉപ്പ് അവലിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഇനി ആവശ്യത്തിനുള്ള വെള്ളം. ആവശ്യത്തിനെന്ന് പറയുമ്പോൾ നല്ലോണം നമ്മുടെ അവൽ നല്ലോണം കുതിർന്ന് പോകുന്ന തരത്തിലുള്ളത് ഒഴിച്ച് കൊടുക്കരുത്. ആവശ്യത്തിനുള്ളത്, അതായത് നമ്മൾ അവലൊക്കെ നനയ്ക്കുന്ന സമയത്ത് നമ്മുടെ അവൽ കുതിരുമല്ലോ, അത്രയും മാത്രം മതി. അപ്പോൾ ഇതാ അത്യാവശ്യം ഒന്ന് നനച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് നേരം കഴിയുമ്പോൾ ഇത് കുതിർന്ന് വരുമ്പോൾ സെറ്റ് ആയിക്കോളും. ഒരുപാട് നേരമൊന്നും നമ്മൾ വെക്കുന്നില്ല. നമ്മളിതിൻ്റെ ബാക്കി സാധനങ്ങളൊക്കെ സെറ്റാക്കി എടുക്കുന്ന ആ ഒരു സമയം മാത്രമാണ് നമ്മൾ വെക്കുന്നത് കേട്ടോ. ഇനി നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഉപ്പുമാവ് ഉണ്ടാക്കുന്നതിനായിട്ട് ഞാനിതവിടെ ബീൻസ് എടുത്തിട്ടുണ്ട്. അതുപോലെ ചെറിയൊരു കഷ്ണം ക്യാരറ്റ്, ചെറിയ ഉള്ളി, ഒരു വലിയ പച്ചമുളക്, കുഞ്ഞൊരു കഷ്ണം ഇഞ്ചി, ഇത്രയും മാത്രമാണ് എടുത്തിട്ടുള്ളത്. ഇതിൽ ബീൻസ് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായതാണ്, അതൊരു സന്തോഷമാണ് കേട്ടോ. അപ്പോൾ എല്ലാ കഷ്ണങ്ങളും നമ്മൾ പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതാ അടുപ്പത്തേക്ക് ഒരു ചീനച്ചട്ടി വെച്ച് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഏതെങ്കിലും റിഫൈൻഡ് ഓയിലാണ് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ ഇഷ്ടമെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. നമ്മളിതാ കടുകൊന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. കടുക് നന്നായിട്ട് പൊട്ടി വന്നു. ഇനി ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നമ്മുടെ നിലക്കടല ഉണ്ടല്ലോ, അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് തികച്ചും ഓപ്ഷണലാണ്, നിങ്ങൾക്ക് കാഷ്യൂ നട്ട്സോ ഒക്കെ ഉപയോഗിക്കാം. അപ്പോൾ ഇതാ നിലക്കടലയും കൂടെ നമ്മൾ ഇട്ട് കൊടുത്തു. നിലക്കടല ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അത് മൂത്ത് വരും കേട്ടോ. കരിഞ്ഞു പോകാണ്ടിരിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക. ചെറുതായിട്ടൊന്ന് എണ്ണയിൽ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതിയായിരിക്കും. അപ്പോൾ നിലക്കടലയും പാകത്തിനായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച ഇഞ്ചി, പച്ചമുളക്, ക്യാരറ്റ് എല്ലാം നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി മൂപ്പിച്ച് കൊടുക്കുക. അപ്പോൾ അത്യാവശ്യം ഒന്ന് നന്നായിട്ട് സോഫ്റ്റായിട്ട് വരണം. ഒരുപാട് അങ്ങോട്ട് മൊരിഞ്ഞു പോകേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കട്ടെ. ഇനി ഇതിലേക്ക് വേണ്ട ഒരു പിഞ്ച് ഉപ്പ് മാത്രം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ബാക്കി നമ്മൾ നേരത്തെ അവലിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. ഇനി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. അപ്പോൾ ചെറിയൊരു നിറത്തിനുള്ളത് മാത്രമേ ഞങ്ങൾ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഞങ്ങൾ മഞ്ഞൾപ്പൊടി ഒരുപാടിട്ട് മഞ്ഞ കളറുള്ള ഉപ്പുമാവാക്കാറില്ല, ചെറുതായിട്ട്. അപ്പോൾ നമ്മുടെ എല്ലാ സാധനങ്ങളും അത്യാവശ്യം മൊരിഞ്ഞു വന്നിട്ടുണ്ട് ചെറുതായിട്ട്. ഇനി ഇതിലേക്ക് കറിവേപ്പില കൂടി ചേർത്തു കേട്ടോ. കറിവേപ്പില ഇല്ലാതെ എന്ത് ഉപ്പുമാവല്ലേ. അപ്പോൾ ഏകദേശം നമ്മുടെ സെറ്റായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കുതിർത്തി വെച്ചിരിക്കുന്ന നമ്മുടെ അവൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ കുതിർത്തിയ അവലിൻ്റെ ടെക്സ്ചർ എന്ന് പറയുന്നത് അതുപോലെയാണ് കേട്ടോ. അത്യാവശ്യം നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. എന്നങ്ങനെ ഒരുപാട് ഒട്ടിപ്പോയിട്ടില്ല അതാണ്. അപ്പോൾ ഇനി നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോവുകയാണ് അവൽ കേട്ടോ. എപ്പോഴും മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ അവൽ ചേർത്ത് കൊടുക്കുക. അതുപോലെ ഒരുമിച്ച് നമ്മൾ ഇട്ട് കൊടുക്കാതെ കുറേശ്ശെ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം വീണ്ടും ബാക്കി കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ എപ്പോഴും അങ്ങനെ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഏകദേശം നമ്മളിതാ ഫൈനൽ സ്റ്റേജിലേക്ക് എത്തി തുടങ്ങി. ഈ അവലുപ്മാവിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ഒന്ന് തളിച്ച് കൊടുത്തിട്ട് നമുക്ക് ഒന്നും കൂടെ മിക്സ് ചെയ്തെടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ഒന്ന് എന്താ പറയുക, നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുള്ള ഉപ്പുമാവ് കിട്ടും. അപ്പോൾ ഞങ്ങൾക്ക് ഈ ഒരു പരുവത്തിലുള്ള ഉപ്പുമാവാണ് ഏറ്റവും ഇഷ്ടം. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾക്ക് കുറച്ചുകൂടെ വെള്ളം ഒന്ന് നന്നായിട്ട് തളിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇങ്ങനെ പൊതുക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന സമയത്തേക്ക് കുറച്ചും കൂടെ നല്ല സോഫ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. നമ്മളുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ്സ് ഭയങ്കര കുറവാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ പങ്കുവെക്കാനുള്ള ഒരു സ്ഥലമാണല്ലോ കമൻറ്റ് ബോക്സ്. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.